നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. ആകെ 1223 വാർഡുകൾ. ചിറക്കടവ്, പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിൽ 2 വാർഡുകൾ വീതം വർദ്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘപരിവാറുമായി പൊക്കിൾക്കൊടി ബന്ധമെന്ന് SDPI. കോട്ടയത്ത് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. കോട്ടയം ചാലുകുന്നിലെ പുരാവസ്തു വിൽപ്പന കടയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയുടെ സമയോചിത ഇടപെടൽ കോടികളുടെ നഷ്ടം ഒഴിവായി. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലായി 83 വാർഡുകൾ വർദ്ധിച്ചു. ഇതോടെ വാർഡുകളുടെ ആകെ എണ്ണം 1223 ചിറക്കടവ്, പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിൽ 2 വാർഡുകൾ വീതം വർദ്ധിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലായി വാർഡുകളുടെ എണ്ണത്തിൽ വർധന. ഗ്രാമപഞ്ചായത്തുകളിൽ 1223 വാർഡുകളായി. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11, ജില്ലാ പഞ്ചായത്തിൽ 1 ഡിവിഷനും അധികമായി വരും. പുനർനിർണയത്തിലൂടെ 83 വാർഡുകളാണ് വർദ്ധിച്ചത്. 2011 സെൻസസിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്ര വാർഡുകൾ അധികം വരുമെന്ന് കണക്കാക്കിയത്. പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും അടുത്ത തെരഞ്ഞെടുപ്പ്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം 22-ൽ നിന്നും 23 ചിറക്കടവ് പഞ്ചായത്തിൽ 20 വാർഡുകൾ ഇനി 22 ആകും. വാഴൂരിൽ 16 വാർഡുകൾ ഉണ്ടായിരുന്നത് 18 ആകും. കാഞ്ഞിരപ്പള്ളി 23-ൽ നിന്നും 22-ഉം പാറത്തോട് 19-ൽ നിന്നും 21-ഉം ആകും. എലിക്കുളത്ത് 16-ൽ നിന്ന് 17-ഉം പാമ്പാടിയിൽ 20-ൽ നിന്നും 21-ഉം ആകും. കൂരാപ്പടയിൽ 17 വാർഡുകളുടെ സ്ഥാനത്ത് 19 എണ്ണവും പള്ളിക്കത്തോട്ടിൽ 13-ൽ നിന്ന് 15-ഉം ആകും. നിലവിലെ കണക്കനുസരിച്ച് കുമരകം, അകലകുന്നം പഞ്ചായത്തുകളിൽ വാർഡുകളുടെ വർധന ഉണ്ടാകില്ല. സർക്കാർ പുറത്തിറക്കിയ കരട് പട്ടികയിലാണ് വാർഡ് വർധന. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് SDPI കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. നഗരം ചുറ്റി നടന്ന പ്രകടനത്തിന് ശേഷം കളക്ടറിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. SDPI സംസ്ഥാന സമിതി അംഗം ഫൈസൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള മുഖ്യമന്ത്രിക്ക് സംഘപരിവാറുമായി പൊക്കിൾക്കൊടി ബന്ധമാണുള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഘപരിവാറുമായി പൊക്കിൾക്കൊടി ബന്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു കാലത്ത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി സംസാരിക്കുമ്പോൾ സംഘപരിവാർ ഞങ്ങൾക്ക് ഭയമില്ല എന്നും ബ്രണ്ണൻ കോളേജിലെ വാൾത്തലപ്പിന്റെ മുകളിലൂടെ പാറിപ്പറന്ന പാരമ്പര്യമാണ് തനിക്കുള്ളത് എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ സംഘപരിവാറിന്റെ ആലയിൽ നിന്ന് പടച്ചുവിടുന്ന വാർത്തകൾക്ക് ചൂട്ടുപിടിക്കുകയും RSSന് വേണ്ടി കേരളത്തിൽ വിടുപണി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൽത്താഫ് ഹസൻ, വൈസ് പ്രസിഡന്റ് U നവാസ്, ജില്ലാ സെക്രട്ടറി അഫ്സൽ PA, ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ചാലുകുന്നിൽ പുരാവസ്തുക്കൾ വിൽക്കുന്ന കടയിൽ വൻ തീപിടുത്തം. കോടിക്കണക്കിന് രൂപയുടെ പുരാവസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അഗ്നിശമന സേനയുടെ ഇടപെടൽ മൂലം കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. കോട്ടയം CMS കോളേജിന് സമീപം ചാലുകുന്നിലുള്ള പുരാവസ്തുക്കൾ വിൽക്കുന്ന കടയിൽ തീപിടുത്തം. കുമ്മനം സ്വദേശി മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഷോപ്പ്. നിരവധി കൊത്തുപണികളോടുകൂടിയ തടിയുരുപ്പടികളും പഴയ സംഗീതോപകരണങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് കടയിലുണ്ടായിരുന്നത്. കോട്ടയം അഗ്നിശമന യൂണിറ്റിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TC ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വാട്ടർ ബ്രൗസർ അടക്കം 3 ഫയർ യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിശമന സേനയുടെ അവസരോചിത ഇടപെടൽ മൂലം വലിയ നാശനഷ്ടമുണ്ടായില്ല.
അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TC ശിവകുമാർ, ജൂനിയർ ASTO TN പ്രസാദ്, SFRO ജിതേഷ് ബാബു, ജൂനിയർ SFRO അജിത് കുമാർ, അനീഷ് V, ഷിബു മുരളി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്ത് നടന്ന 17ാമത് ഗണേശോത്സവം സമാപിച്ചു. ഞായറാഴ്ച വൈകുന്നേരം നടന്ന വിഗ്രഹ നിമഞ്ജന മഹാഘോഷയാത്ര പൊൻകുന്നത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്നു. ഘോഷയാത്രയിൽ നിരവധി ഭക്തരും പങ്കാളികളായി. കുടുംബശ്രീയുടെ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. കുടുംബശ്രീകൾ ആഗോള മാതൃക സൃഷ്ടിക്കുന്നതായി ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ രംഗങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളോട് വ്യക്തമായി പ്രതികരിച്ചും ഇടപെടുന്ന വിഷയങ്ങൾ കൃത്യമായി നടപ്പാക്കിയും വനിതാ കൂട്ടായ്മയായ കുടുംബശ്രീ ആഗോള മാതൃക സൃഷ്ടിക്കുകയാണെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം കുടുംബശ്രീ ഓണം വിപണന മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാരക വിഷാംശമുള്ള കീടനാശിനികൾ തളിച്ച പച്ചക്കറികളാണ് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തുന്നത്. കുടുംബശ്രീ വിൽക്കുന്ന പച്ചക്കറികൾ നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ജൈവപരമായ ഗുണമേന്മയുള്ള ന്യായവില മാത്രമുള്ള പച്ചക്കറികളാണ്. ഓണത്തിന് എന്തൊക്കെയാണോ ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ളത് അതെല്ലാം കുടുംബശ്രീയുടെ കേന്ദ്രങ്ങളിൽ മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്നും VN വാസവൻ പറഞ്ഞു. വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡ് വിപണന കേന്ദ്രങ്ങൾ തുറന്ന് ഏതാണ്ട് 30% മുതൽ 60% വരെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന സ്റ്റോറുകളും വിപണന കേന്ദ്രങ്ങളും സമാരംഭിച്ചു. ആ കൂട്ടത്തിൽ ഏറ്റവും ആശ്വാസം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരാണ് കുടുംബശ്രീ അറിയുക. ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ബഹുമതി സ്വന്തമാക്കി മൂന്നലവ് സ്വദേശി ജിൻസൺ ചാൾസ്. ആന്റണി MP-യുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ മകനാണ് ജിൻസൺ. സ്പോർട്സ് സാംസ്കാരിക വകുപ്പിന്റെ ചുമതല ലഭിക്കും. ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി കൊയ്ത് പാല മുരിക്കുംപുഴയിലെ ഒരു കുടുംബം. ഇവരുടെ വീടിന് സമീപം പാട്ടത്തിനെടുത്ത 60 സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി. പാല മുരിക്കുംപുഴ സ്വദേശി അജിത് പനക്കലും ഭാര്യ രമ്യയും 3 വയസ്സുകാരൻ ആദിദേവും ചേർന്നൊരുക്കിയ ചെണ്ടുമല്ലി വസന്തമാണിത്. വീടിന് സമീപത്തു തന്നെ പാട്ടത്തിനെടുത്ത 60 സെന്റ് സ്ഥലത്ത് 2500ഓളം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടത് മനോഹരമായ കാഴ്ചയാണ്. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിച്ചെടികളാണ് ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിനായി പൂവിട്ടത്. സാധാരണ പൂപ്പാടങ്ങൾ കാണുന്നതിന് അന്യസംസ്ഥാനങ്ങളിൽ പോകേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലി കൃഷിയിലൂടെ അജിത്തും കുടുംബവും തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇതിന് മാർക്കറ്റുള്ളൂ. അന്യസംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം പൂവ് അവരുടെ ഒരു നിത്യോപയോഗ സാധനമാണ് ഈ പൂവ്. കാരണം അവർ വീട്ടിൽ ഒരു മുണ്ടയ്ക്കകത്തോ അല്ലെങ്കിൽ ഉരുളിക്കകത്തോ വെള്ളം നിറച്ച് ഈ പൂവ്, ബന്ദിപ്പൂവ് അവർ സൂക്ഷിക്കുന്നതുകൊണ്ട്. പിന്നെ അതുപോലെ അവരുടെ വാതിൽപ്പടിയിലും അതുപോലെ അവരുടെ ആഘോഷങ്ങൾ എന്തും ആയിക്കോട്ടെ അവർ ഡെയിലി യൂസാണ് അവരുടെ ബന്ദിപ്പൂ. നമുക്കാണെങ്കിൽ ഈ ബന്ദിപ്പൂവിൻ്റെ ഉപയോഗം ഒന്ന് ഓണത്തിന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉത്സവങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കയറി താമസം വരുമ്പോൾ അങ്ങനെ മാത്രമേ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഓണം വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ഇതിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇത് ഈ കൃഷി ചെയ്ത ബന്ദി കർഷകരെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതിന് വിപണി കണ്ടെത്തണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പൂക്കടക്കാരും നമ്മുടെ കയ്യിൽ നിന്ന് പൂ എടുക്കാൻ ഇല്ല. കാരണം അവരൊക്കെ തമിഴ്നാട്ടിലെ പാടങ്ങൾക്കെല്ലാം അഡ്വാൻസ് കൊടുത്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന കാരണം അവരവിടെ നിന്നുള്ള പൂ എടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ, അതുപോലെ ചാനലുകൾ, അങ്ങനെയുള്ളവരെല്ലാം പറഞ്ഞ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കൂടെ ഇട്ടുകളാണ് നമ്മളിപ്പോൾ ഒരു വിപണനം നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൂക്കൾ നിത്യോപയോഗ സാധനമാണെങ്കിൽ കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾ, കയറിത്താമസം എന്നീ ആഘോഷങ്ങൾക്ക് മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ഉപയോഗിക്കുന്നത്. അജിത്തിന്റെ 60 സെന്റ് സ്ഥലത്ത് ഏത്തവാഴയും വെണ്ടയും തക്കാളിയും മുളകും സാലഡ് വെള്ളരിക്കയും മധുരക്കിഴങ്ങും മഞ്ഞളും കൃഷി ചെയ്തിട്ടുണ്ട്. അജിത്തിന്റെ ഭാര്യയും പ്രവാസിയായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത്. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പാലാ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ്. ചിങ്ങം 1 കർഷക ദിനത്തിൽ മുനിസിപ്പാലിറ്റിയിലെ മികച്ച വനിതാ കർഷകയായി രമ്യയെ തെരഞ്ഞെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.
പാലാ നഗരത്തിലെ CCTV ക്യാമറകൾ പ്രവർത്തിക്കാതായിട്ട് വർഷങ്ങൾ. നഗരസഭയും പോലീസും ചേർന്നാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. 15 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് പാലാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പാലാ ടൗൺ, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, ടൗൺ ബസ് സ്റ്റാൻഡ്, മീനച്ചിലാറിന്റെയും ലാലം തോടിന്റെയും തീരങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു CCTV ക്യാമറ കൂടുതലായി സ്ഥാപിച്ചത്. എന്നാൽ ഇവ പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ പിന്നിട്ടു. 16ഓളം CCTV ക്യാമറകളിൽ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇതോടെ നഗര നിരീക്ഷണ പദ്ധതികൾ അവതാളത്തിലായി. എറണാകുളത്തുള്ള കമ്പനിക്കാണ് CCTV ക്യാമറകളുടെ പരിപാലന ചുമതല. അറ്റകുറ്റപ്പണികൾ അതാത് സമയം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് ക്യാമറ സംവിധാനം പൂർണ്ണമായും തകരാനിടയാക്കിയതെന്ന് കൗൺസിലർ VC പ്രിൻസ് പറഞ്ഞു. ഇപ്പോൾ കുറെ നാളുകളായിട്ട് പാലായിലെ ക്യാമറകൾ എല്ലാം നിശ്ചലമാണ്. ആകെപ്പാടെ നിലനിൽക്കുന്ന AI ക്യാമറകൾ, അതായത് മനുഷ്യനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ള നിലയിൽ വണ്ടി ഓടുമ്പോൾ അതിൽ നിന്ന് പിഴ ഈടാക്കുന്ന ചില ക്യാമറകൾ മാത്രമാണ് പാലായിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ആവശ്യമുള്ള ജനത്തിന് ഉപകാരം പെടേണ്ട ഒരു ക്യാമറകളും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം അത്യന്തം ഖേദകരമാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം പാലാ നഗരസഭ ഇടപെട്ട് ചെയ്യണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. CCTV ക്യാമറകൾ നഗരത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് പോലീസിനും സഹായമായിരുന്നു. വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റും ക്യാമറകൾ നിരീക്ഷിച്ചായിരുന്നു വിവിധ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. പൊതുയിടങ്ങളിലും മീനച്ചിലാറിന്റെ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനും CCTV ക്യാമറകൾ പോലീസിന് ഉപകാരപ്പെട്ടിരുന്നു. നഗരത്തിലെ ഓരോ ദൃശ്യവും തത്സമയം കാണാൻ സാധിക്കും വിധമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. പോലീസ് സ്റ്റേഷനിലും നഗരസഭയിലും ഒരേ സമയം ക്യാമറ ദൃശ്യങ്ങൾ ലഭിക്കുമായിരുന്നു. നഗരസഭയിൽ സ്ഥാപിച്ചിരുന്ന മോണിറ്ററിംഗ് സ്ക്രീൻ അഴിച്ചുവെച്ച നിലയിലാണ്. തിരക്കേറിയ നഗരത്തിൽ നിരീക്ഷണ ക്യാമറ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. ഓണക്കാലം ആരംഭിച്ചതോടെ വാഴയില വിപണിയും സജീവമായി. നാടൻ വാഴയിലകൾക്ക് ക്ഷാമം നേരിടുന്നതിനാൽ അന്യസംസ്ഥാനത്തു നിന്നുമാണ് കേരളത്തിൽ പ്രധാനമായും വാഴയിലകൾ എത്തുന്നത്. ഓണം വിപണി മുൻകൂട്ടി കണ്ട് കൂടുതൽ വാഴയിലകൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിതരണക്കാരും. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ തൂശനിലയിലെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. മുൻകാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ സദ്യവട്ടങ്ങൾക്കുള്ള വാഴയിലകൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് വാഴയിലയ്ക്കും അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. കമ്പം, വത്തലക്കുണ്ട്, സത്യമംഗലം, തെങ്കാശി, മൈസൂർ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇല എത്തുന്നത്. അടപ്രഥമനും മറ്റും തയ്യാറാക്കുന്നതിനായി ഓർഡർ അനുസരിച്ച് ഇലകളും വിതരണക്കാർ എത്തിച്ചു നൽകും. ഏറ്റുമാനൂർ, എറണാകുളം, തൊടുപുഴ, പൂവരണി, പൊൻകുന്നം, കോട്ടയം, പാലാ മേഖലകളിൽ പ്രധാനമായും ഈറ്റയ്ക്കൽ ഫാംസ് ആണ് വാഴയില ചില്ലറ വിൽപ്പനശാലകളിൽ എത്തിക്കുന്നത്. 4 രൂപ 50 പൈസയാണ് ഒരു വാഴയിലയുടെ വില. ഒരു കെട്ടിൽ 250 വാഴയിലകൾ ഉണ്ടാകും. തിരുവോണ നാളുകൾ അടുക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഇത്തവണയും വാഴയിലയ്ക്ക് വില കൂടുമെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഇപ്പോൾ വാഴയിലയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാഴയിലില്ലാത്ത ഇപ്പം മൈസൂർ, മേട്ടുപ്പാളയം, ആലംകുളം, തെങ്കാശി, കമ്പം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വാഴയില വരുന്നത്. ഇപ്പോൾ വാഴയിലേക്ക് ഇപ്പോൾ ഒരെണ്ണത്തിന് 4 രൂപ 50 പൈസയാണ് റേറ്റ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വാഴയില കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ പുറത്തുപോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം വയനാട് ദുരന്തത്തെ തുടർന്ന് ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇലകളുടെ പ്രചാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മലയാളികളുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഓണാഘോഷത്തിൽ വാഴയില അവിഭാജ്യ ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. സിൽക്കോൺ ഗ്രൂപ്പിന്റെ 5ാമത് ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച ഏറ്റുമാനൂർ തുമ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി റൂഫ് ടോപ്പ് ആംബിയൻസ് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ആപ് ടൗൺ റൂഫ് ടോപ്പ് കഫേ, നാടൻ മുതൽ കോണ്ടിനെന്റൽ കുസീനുകൾ വരെ ഇഷ്ടപ്പെടുന്നവർക്കായി മൾട്ടി കുഷൻ റെസ്റ്റോറന്റ് എന്നിവയും അന്നേ ദിവസം തുറന്ന് പ്രവർത്തിക്കുമെന്ന് സിൽക്കോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷിറാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30,000 സ്ക്വയർ ഫുട്ട് ഹൈപ്പർ മാർക്കറ്റാണ്. അത് ഹൈപ്പർ മാർക്കറ്റിൽ ഉപരി ഒരു എക്സ്പീരിയൻസ്, ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റും മുകളിലെ ഫ്ലോറിൽ ഒരു 75% ഒരു സെമി ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റും, സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഹാങ് ഔട്ട് മാതിരി റൂഫ് ടോപ്പ് ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്.
പ്ലാലം പഴയ പള്ളിയുടെ പുതുതായി നിർമ്മിക്കുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് ശിലാസ്ഥാപനം നടത്തി. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ശിലാസ്ഥാപനം നിർവഹിച്ചു. പാരിഷ് കൗൺസിൽ അംഗങ്ങളും കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളും ഇടവക അംഗങ്ങളും സന്നിഹിതരായി. അറിയിപ്പ്. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ 18നും 45നും മധ്യേ പ്രായമുള്ളവർക്കായി സൗജന്യ പരിശീലനം നൽകുന്നു. തൊഴിൽ രഹിതർക്കായി 18ന് ആരംഭിക്കുന്ന 2 വീലർ മെക്കാനിക്, യുവതികൾക്ക് മാത്രമായി 23ന് തുടങ്ങുന്ന വിമൻസ് ടൈലറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. ഫോൺ 048123033307. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 10-ാം തീയതി പകൽ 11ന് കളക്ട്രേറ്റിലെ വിഭജിക കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികൾ സ്വീകരിക്കും. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി വിഭാഗത്തിലേക്ക് കെമിക്കൽസ് വിതരണം ചെയ്യാൻ സെപ്റ്റംബർ 19ന് ഉച്ചയ്ക്ക് 12-നകം കൊട്ടേഷൻ നൽകാം. അന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125972779. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. ആകെ 1223 വാർഡുകൾ. ചിറക്കടവ്, പള്ളിക്കത്തോട്, വാഴൂർ പഞ്ചായത്തുകളിൽ 2 വാർഡുകൾ വീതം വർദ്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘപരിവാറുമായി പൊക്കിൾക്കൊടി ബന്ധമെന്ന് SDPI. കോട്ടയത്ത് കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. കോട്ടയം ചാലുകുന്നിലെ പുരാവസ്തു വിൽപ്പന കടയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയുടെ സമയോചിത ഇടപെടൽ കോടികളുടെ നഷ്ടം ഒഴിവായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.